നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രധാന പ്രതിയെ തപ്പി ഇറങ്ങുന്ന അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് കിട്ടുന്നത് കടകംപള്ളി സുരേന്ദ്രനും. കടകം മറിഞ്ഞ് പല രീതിയിൽ വഴുതി പോകാനായി ശ്രമിക്കുന്ന കടകംപള്ളിയെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ SIT സംഘം അറസ്റ്റ് ചെയ്യുമോ? ചോദ്യം അവശേഷിക്കുന്നു. അടൂർ പ്രകാശിലേക്കും മറ്റുമൊക്കെ കേസ് അന്വേഷണം കൊണ്ടുചെന്ന് എത്തിക്കാമെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണകാലയളവിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന് ഹൈക്കോടതി പറയുന്നെങ്കിൽ എങ്ങനെയാണ് കടകംപള്ളിക്ക് മാത്രമായി രക്ഷപ്പെടാൻ കഴിയുന്നത്? നിലവിലെ ഒരു സമാധാനമെന്ന് പറയുന്നത് വലിയൊരു ആപത്തിന് മുന്നോടിയായിട്ടുള്ള സൂചന തന്നെയാണോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലുള്ള CPM നേതാവായിട്ടുള്ള പത്മകുമാർ പുറത്തേക്ക് വരുന്നുവെന്ന് CPM കരുതിയിരിക്കുന്ന ഘട്ടത്തിലാണ് നേതൃത്വത്തെ സംബന്ധിച്ച് അതിനേക്കാൾ വലിയൊരു നേതാവ് അകത്തു പോകാനായി സാധ്യതയുണ്ട് എന്ന് കരുതുന്നത്. CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രനെ മൂന്നാമതും അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വിളിപ്പിക്കലിൽ ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്ന് പറയുന്നത് പോലെ സാധാരണഗതിയിൽ അന്വേഷണ സംഘത്തിന്റെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് മൊഴിയെടുത്ത് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെയെങ്കിൽ മറ്റൊരു CPM നേതാവ്, ഉന്നത നേതാവ്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലാകും. അതും ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. ഈ കേസിൽ പ്രതിയായി ജയിലിലാകുന്ന CPM MLA ആയി അങ്ങനെ കടകംപള്ളി മാറും, മന്ത്രിയായി അങ്ങനെ കടകംപള്ളി മാറും. ഇത് CPM-നെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ളതാണ്. എത്ര പ്രതിരോധിച്ചു കഴിഞ്ഞാലും ഇതിൽ നിന്നും രക്ഷപ്പെടാനായി സാധിക്കില്ല. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളിൽ നിന്നും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചോദ്യമായി ഇത് അവശേഷിക്കും. എത്ര ന്യായീകരിച്ചാലും അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കടകംപള്ളിക്ക് പോറ്റിയോട് എത്രത്തോളം അടുപ്പമുണ്ടെന്നും ഒന്നല്ല ഒന്നിലധികം തവണ 100 വട്ടം പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി പോയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായി പല ചിത്രങ്ങളും ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കടകംപള്ളിയെ 2 വട്ടം ചോദ്യം ചെയ്തു. പറഞ്ഞതൊക്കെ തന്നെ നുണകളുടെ ഒരു കൊട്ടാരം തന്നെ ആയിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. പോറ്റിയെ അറിയാമെന്നുള്ളത് മാത്രമല്ല, പോറ്റിയെ അടുത്തറിയാമെന്നുള്ളതാണ് കടകംപള്ളി പറയേണ്ടത്. അല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ പോറ്റിയുടെ പിതാവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സമ്മാന പൊതികളുമായി കടകംപള്ളി പോകേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ പലവിധ ചോദ്യങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു കേൾക്കുന്നതാണ് പൊതുമണ്ഡലത്തിൽ. ഏറ്റവും ഒടുവിൽ മാറ്റി പറഞ്ഞത് അതുവരെ പറഞ്ഞതിനൊക്കെ തന്നെ കടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണ് 3-ാം റൗണ്ട് ചോദ്യം ചെയ്യലിലേക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ഒക്കെ തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് SIT തയ്യാറെടുക്കുന്നത്. ഈ തയ്യാറെടുപ്പിൽ തന്നെയാണ്, ഈ ചോദ്യം ചെയ്യൽ തന്നെയാണ് കടകംപള്ളിയുടെ അറസ്റ്റിന് കൂടി വഴി തുറക്കുന്ന ഒരു സാധ്യത ഉണ്ടാകുമെന്ന സൂചനകൾ നിലവിൽ പ്രചരിക്കുന്നത്. ഒരു ജനപ്രതിനിധിക്കെതിരെയുള്ള നടപടിക്രമങ്ങളുടെ നിയമപരമായ ക്രമങ്ങൾ ഒക്കെ തന്നെ പാലിച്ചായിരിക്കും SIT നീക്കം തുടങ്ങുന്നത്. MPയെ വരെ ചോദ്യം ചെയ്യാനായി SITക്ക് കഴിഞ്ഞുവെങ്കിൽ, MP വരെ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുവെങ്കിൽ കടകംപള്ളിക്ക് അതിനപ്പുറത്തേക്ക് ഒരു പ്രിവിലേജും നിലവിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കഴിഞ്ഞ പിണറായി സർക്കാരിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളിക്ക് ഇത്തവണ മന്ത്രിസ്ഥാനം നൽകാതിരിക്കാൻ പറഞ്ഞിരുന്നത് മറ്റു ചില കാരണങ്ങളായിരുന്നെങ്കിൽ പോലും ഈ കോൺസുലേറ്റിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിൽ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിന്റെ കേസിന്റെ അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുത്ത മൊഴിയിൽ കടകംപള്ളിയുടെ പേരുണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. സ്വപ്ന സുരേഷിന്റെ കേസും അന്ന് ചില ചാറ്റുകളും പ്രധാനപ്പെട്ട വിവരങ്ങളും ഒക്കെ തന്നെ ഉയർന്നു കേട്ടതാണ്. എങ്ങനെയെങ്കിലും അതൊന്ന് തണുത്തു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് സ്വർണ്ണക്കൊള്ള കേസ് വീണ്ടും തലപൊക്കുന്നത്. അങ്ങനെ പലവട്ടം സ്വപ്ന സുരേഷിനെ അവരുടെ വസതിയിൽ സന്ദർശിച്ചതും അവിടെ സ്വീകരിച്ചതും അടക്കമുള്ള വളരെ ഗൗരവപരമായിട്ടുള്ള വിവരങ്ങൾ സ്വപ്ന സുരേഷ് ഏജൻസികളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 164 സ്റ്റേറ്റ്മെന്റിലടക്കം ഗുരുതരമായ പല വിവരങ്ങളും സ്വപ്ന പങ്കുവച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കടകംപള്ളിക്ക് ഇടുത്തിയായി വരുന്ന ഒന്നല്ല ഒന്നിലധികം കേസുകളുണ്ട് എന്ന് വേണം നിലവിൽ മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT വീണ്ടും ശബരിമലയിലേക്ക് എത്തുന്നു, പരിശോധന കടുപ്പിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഈ മാസം 12-ാം തീയതി പമ്പയിൽ വെച്ചൊരു അവലോകന യോഗം ചേരുകയും ചെയ്യും. ലീഗൽ മെട്രോളജി അസസ്മെന്റ് സംഘവും SIT സംഘത്തോടൊപ്പം തന്നെ ഉണ്ടാവും. ശ്രീകോവിലെ എല്ലാ വശങ്ങളിലെയും സ്വർണം സംഘം പരിശോധിക്കും. നേരത്തെ VSSCയിൽ നടത്തിയ പരിശോധനയുടെ അന്തിമ ഫലത്തിൽ സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ച് ചില സംശയങ്ങൾ നിൽക്കുന്നു. അത് ദൂരീകരിക്കാൻ വേണ്ടി തന്നെയാണ്, കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോഴത്തെ ഈ നീക്കം. സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും ഒരു പരിശോധന നടത്താനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ മുംബൈയിലെ ഭവ അറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആദ്യം പരിശോധനയ്ക്കായി VSSCയിലായിരുന്നു സാമ്പിൾ അയച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ VSSC സമർപ്പിച്ച റിപ്പോർട്ട് SITക്ക് കൈമാറുകയും ചെയ്തു. ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കൊടുത്തിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച കോടതി പലവിധ സംശയങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇതിൽ വ്യക്തത വരുത്താൻ വേണ്ടി VSSCക്ക്
ശാസ്ത്രജ്ഞരെ വിളിച്ചു വരുത്തി. അവർക്കതിന് കഴിയാതെ വന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് പാളികളുടെ സാമ്പിളുകൾ കുറച്ചുകൂടി വിശദമായ വിദഗ്ധ പരിശോധനയ്ക്ക് മുംബൈയിലെ ഭഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്തുന്നത്. SITയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പാളികളിലെ സാമ്പിൾ എടുത്ത് വീണ്ടും പരിശോധന നടത്താനാണ് കോടതി പറയുന്നത്. പാളികൾ ഏതെങ്കിലും തരത്തിൽ മാറിയിട്ടുണ്ടോ? അക്കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. എത്രത്തോളം സ്വർണ്ണപ്പാളികൾ നിലവിലുണ്ട്? ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടതാണ്. അയ്യൻ്റെ സ്വർണം പൂർണ്ണമായും കട്ടെടുത്തുകൊണ്ട് പോയി എന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. ശരിക്കും അവിടെ ഉള്ളത് യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന ചോദ്യം ഭക്തരടക്കം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾക്ക് വേണ്ടി പരിശോധനകൾക്കായിട്ടാണ് വീണ്ടും മുംബൈയിലേക്ക് കൊണ്ടുപോകുന്നത്. കേസിൽ ഇടക്കാല ഉത്തരവാണ് നിലവിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ശബരിമലയിലെ കൊടിമരവുമായി ബന്ധപ്പെട്ട വിഷയം പുനർനിർമ്മാണത്തിലും പ്രത്യേക അന്വേഷണം നടത്താനാണ് കോടതിയുടെ നിർദ്ദേശം. പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണകാലത്തെ കൊടിമര പുനർനിർമ്മാണത്തിലാണ് പ്രത്യേക അന്വേഷണം നടത്തുന്നത്. സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ മൊത്തത്തിൽ കടത്തി പുതിയ പാളികൾ സ്ഥാപിച്ചതാണോ എന്ന കാര്യത്തിൽ സംശയം നിൽക്കുന്നുണ്ട്. VSSCയുടെ റിപ്പോർട്ടിലാണ് അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടായത്. കൃത്യമായ ഉത്തരം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 1998 മെർക്കുറി ഉപയോഗിച്ചുകൊണ്ട് UB ഗ്രൂപ്പ് ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി സ്വർണത്തിൽ പൊതിഞ്ഞത്. എന്നാൽ ചില പാളികളിൽ മാത്രം മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ല. ഇതാണ് പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നത്. മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ സ്വർണ്ണമില്ല എന്നുള്ളതായിരിക്കണം. 1546 ഗ്രാം സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളായിരുന്നു 98 അന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചത്. എന്നാൽ 2019 ഈ പാളികൾ ഇളക്കി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം വേർപെടുത്തി 394.6 ഗ്രാം സ്വർണം പൂശിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത്. അത് വ്യക്തമാക്കുന്ന ഒരു രേഖയും ദേവസ്വം ബോർഡിന്റെ പക്കലില്ല എന്നുള്ളതാണ് ഏറെ വിരോധാഭാസം. 40 വർഷത്തെ ഗ്യാരണ്ടിയോടെ ഇത്രയും സ്വർണം പൂശി ക്ലിയർ കോട്ട് അടിച്ചിട്ടും കേവലം 4 വർഷത്തിനുള്ളിൽ എങ്ങനെ സ്വർണം മങ്ങി, ചെമ്പു തെളിഞ്ഞു? ഇതാണ് ചോദ്യം. വളരെ ചെറിയ അളവിൽ സ്വർണം ലേപനം ചെയ്ത് 300 ഗ്രാം സ്വർണമെങ്കിലും സ്മാർട്ട് ക്രിയേഷൻസും പോറ്റിയും ചേർന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കേവലം 100 ഗ്രാമിൽ താഴെ മാത്രം സ്വർണം പൂശി ബാക്കി ഭാഗം 4/3 ഇവർ അടിച്ചു മാറ്റിയെന്നാണ് നിലവിൽ സംശയം പുലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് വീണ്ടും ദ്വാരപാലക പാളികൾ ഇളക്കി സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കാനായി SIT ഒരുങ്ങുന്നത്. മാസപൂജയ്ക്കായി അടുത്ത ആഴ്ച നട തുറന്ന ശേഷം സാമ്പിൾ ശേഖരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. സാമ്പിൾ ശേഖരിക്കണമെങ്കിൽ പോലും ദേവന്റെ അനുജ്ഞ അനിവാര്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുംഭമാസ പൂജയ്ക്ക് നട തുറക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ കുംഭം 1 ഫെബ്രുവരി 13 തന്നെ സാമ്പിൾ ശേഖരിക്കാനും കഴിയും. 2019 സ്വർണം പൂശിയ പാളികളുടെ നിറം മങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 7 വീണ്ടും പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിലെത്തിച്ച് സ്വർണം പൂശി 9.7 ഗ്രാം സ്വർണം അധികമായി പൂശിയെന്നാണ് സ്ഥാനമൊഴിഞ്ഞിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും പറഞ്ഞിരിക്കുന്നത്. പ്രശാന്തും വീട്ടിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം പൂശിയ സ്വർണത്തിന് മുകളിലാണ് രണ്ടാമത്തെ പൂശൽ നടന്നത്. എങ്കിലും പഴയ സ്വർണവും പുതിയതും വേർതിരിച്ചറിയാനായി സാധിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും അങ്ങനെ പരിശോധന നടത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും ഇനി പുറത്തു വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.